അവര് പറയുന്നത് ഞാൻ ഒരു സ്ത്രീധനമോഹിയാന്നുള്ളത്. സ്ത്രീധനമോഹിയാന്നുള്ള എനിക്ക് 9,500 ദിർഹംസ് ഞാൻ എന്റെ കമ്പനി ഇപ്പൊ സാലറി വാങ്ങിക്കുന്നത് 9,500. എനിക്ക് എന്തെങ്കിലും സേവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ. ഞാൻ എനിക്ക് വേണ്ടി 40 വയസ്സായി, ഞാൻ വയ്യാത്തവനാണ്, എപ്പോഴും വെള്ളം തീരാവുന്നവനാണ്, എപ്പോഴും ആരെയും ക്ഷയിക്കാവുന്നവനാണ്. എന്നിട്ട് പോലും എനിക്കൊരു 5 പൈസ എന്റെ അക്കൗണ്ടിലില്ല. ഇവിടെ സതീഷ് ഇന്റർവ്യൂ ചെയ്യുന്ന ആളിനോട് പറയുന്നുണ്ട്, സതീഷ് ഒരു സ്ത്രീധനമോഹിയാണെന്നാണ് അതുല്യയുടെ മരണശേഷം ആൾക്കാർ പറയുന്നത്. അത് അങ്ങനെ അല്ല എന്ന് സമർത്ഥിക്കാനായിട്ട് അതിന് ഒരു വികല ന്യായം പറയുന്നുണ്ട്. അതായത് 2-2.5 ലക്ഷം രൂപ എനിക്ക് ശമ്പളം കിട്ടുന്നുണ്ട്, 5 പൈസ പോലും എനിക്ക് മിച്ചമില്ല. അത് ഞാൻ സ്ത്രീധനമോഹി അല്ലാത്തത് കൊണ്ടാണ് എന്നാണ് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. അതായത് നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ ചുറ്റുപാട് വളരെ ചുരുങ്ങിയ പൈസ കൊണ്ട് പോലും ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഈ ഒരു 1,500 രൂപയുടെ ക്ഷേമ പെൻഷൻ കൊണ്ട് കഴിയുന്ന കുടുംബങ്ങൾ വരെയുള്ള ഒരു കേരളത്തിൽ ജനിച്ച് വളർന്ന ഒരു ആളാണ് 2-2.5 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നത്, 5 പൈസ മിച്ചമില്ലാത്ത രീതിയിൽ ജീവിക്കുന്നത് എന്നുള്ളത് അത് അതുല്യയുടെ ഒരു കുറ്റം പോലെയാണ് പറയുന്നത്.